നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഇന്ന് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ടാരോ മാത്രം മതി കേട്ടോ. ഡെവിൾ, കിങ് ഓഫ് വാൻഡ്സ്, ലവേഴ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 8 ഓഫ് സ്വാർഡ്സ്, ചാരിയറ്റ്, മജീഷ്യൻ, 8 ഓഫ് വാൻഡ്സ്. എൻ്റെ തൊട്ട് താഴെ 10 ഓഫ് കപ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരുടെ ഒരു ഒബ്സെഷനാണ് എന്നാണ്. നിങ്ങൾ അവരെ ആട്ടിപ്പായിച്ചാൽ പോലും അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല. എത്ര ദൂരം പോയാലും പോയതുപോലെ തിരിച്ചു വരും. അതാണ് അവരുടെ സ്ഥിതി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവർക്ക് റെസ്പെക്റ്റാണ്, സ്നേഹമാണ്, അട്രാക്ഷനാണ്, എല്ലാമാണ്. നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളെ അവർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. അതുമാത്രമല്ല നിങ്ങളെ ഒരുപാട് സ്നേഹം ആണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ദേ വോണ്ട് ടു സേ ഐ ലവ് യു. ഓക്കെ, അത് മാത്രമല്ല അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനും തോന്നുന്നുണ്ട്. നാച്ചുറലായിട്ട് അത് ഉണ്ടാവുമല്ലോ. കാരണം നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനം അത് നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അറ്റ് പ്രസൻറ്റ് അവർ ജോലിയിലാണ്, തിരക്കിലാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. കിങ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളെ ഓൾറെഡി അവരുടെ പാർട്ട്ണറായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ വൈഫിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിങ്ങളെ അവർ ഓൾറെഡി കാണുന്നത്. ആ റെസ്പെക്റ്റും സ്നേഹവും ഇമ്പോർട്ടൻസും എല്ലാം നിങ്ങൾക്ക് അവരുടെ ലൈഫിലുണ്ട്. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹവും അട്രാക്ഷനും റെസ്പെക്റ്റും എല്ലാം തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നു കേട്ടോ. തൽക്കാലം ജോലിയിലാണ്, അതുകൊണ്ട് ഓടി വന്ന് നിങ്ങളെ ഇപ്പം തന്നെ വന്ന് കാണാനുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. രാത്രി എണീറ്റിരുന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളടുത്തില്ലാഞ്ഞിട്ടായിരിക്കാം. ഉറക്കം തീരെ കുറവാണ് എന്നുള്ള രീതിയിൽ ഓവർ തിങ്കിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെപ്പറ്റി തന്നെ എന്ത് ചെയ്യുമ്പോഴും അതെ, ജോലി ചെയ്യുമ്പോഴും അതെ, വീട്ടിലിരിക്കുമ്പോഴും അതെ, എന്ത് ചെയ്യുമ്പോഴും അതെ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തുടർച്ചയായിട്ട് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഓക്കെ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് എപ്പോഴും സംസാരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സ്പീഡി കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും അവർ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം എത്രയും പെട്ടെന്ന് എന്നാണ് പറയുന്നത്. അറ്റ് പ്രസൻറ്റ് ജോലി തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഒരു പക്ഷേ മെസ്സേജ് അയക്കാൻ പറ്റിയെന്ന് വരില്ല. പറ്റുന്ന സമയത്ത് തീർച്ചയായും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ.